ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുവാനും കഴിയുന്ന ശക്തമായ ഒരു പദമാണ് സമർപ്പണം. ക്രിസ്തുമതത്തിൽ സമർപ്പണം എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനും ഉദ്ദേശങ്ങൾക്കും വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക, അവന്റെ പരിചരണത്തിനും മാർഗനിർദ്ദേശത്തിനും നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നതാണ്. ബൈബിളിൽ പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ചു പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥവും ഉചിതവുമായ ആരാധന. അതുപോലെ റോമർ 6:13 നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. സമർപ്പണം എന്നാൽ പ്രതിബദ്ധത, ഭക്തി, കീഴടങ്ങൽ എന്നിവയെക്കുറിച്ചാണ്. അത് ബുദ്ധിമുട്ടായിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാത്തപ്പോഴും അർത്ഥശൂന്യമാകുമ്പോഴും പോലും ദൈവത്തോട് യെസ് അല്ലെങ്കിൽ അതെ എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടിയാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമർപ്പണത്തിന് മാതൃകയായി. ദൈവത്തിന്റെ പദ്ധതിയോടുള്ള അവന്റെ സമർപ്പണം കുരിശിലേക്ക് നയിച്ചു. പക്ഷേ അത് പുനരുത്ഥാനത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും നയിക്കുകയും ചെയ്തു. ഇക്കാലത്ത് സമർപ്പണം എന്നത് പലപ്പോഴും അവഗണിക്കപ്പെടുകയും വിലമതിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗുണമാണ്. തൽക്ഷണ സംതൃപ്തി, വേഗത്തിലുള്ള പരിഹാരങ്ങൾ, എളുപ്പമുള്ള ഉത്തരങ്ങൾ എന്നിവയെ വിലമതിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സമർപ്പണം പറയുന്നത്, ഞാൻ ദീർഘകാലത്തേക്ക് അതിൽ പങ്കുചേരുന്നു, എന്തുതന്നെ ആയാലും അത് മറികടക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായി സമർപ്പിതരായിരിക്കുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും. കഴിഞ്ഞുപോയ കോവിഡ് കാലം പലരുടെയും സമർപ്പണത്തെ പരീക്ഷിച്ചു. പക്ഷേ വിശ്വാസത്തിൽ സ്ഥിരോത്സാഹം കാണിക്കുന്നതിന്റെ പ്രാധാന്യവും അത് നമുക്ക് കാണിച്ചു തന്നു. വേദപുസ്തകത്തിൽ സമർപ്പണത്തിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ദൈവസേവനത്തിനായിട്ടുള്ള ഹന്നയുടെ സമർപ്പണം, ദൈവരാജ്യത്തിനായിട്ടുള്ള ദാവീദിന്റെ സമർപ്പണം, സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള പൗലോസിന്റെ സമർപ്പണം, ദൈവഹിതത്തിനായിട്ടുള്ള യേശുവിന്റെ സമർപ്പണം. യേശു ചെയ്തതുപോലെ മറ്റുള്ളവരെ സേവിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒന്നും സംഭവിക്കില്ലെന്ന് തോന്നുമ്പോഴും പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകുക. വെല്ലുവിളികളും തിരിച്ചടികളും നേരിടുമ്പോഴും മുന്നോട്ട് തന്നെ പോവുക. മറ്റെല്ലാറ്റിനുമുപരി ദൈവത്തിന് പ്രാധാന്യം നൽകുക. ബാക്കിയുള്ളത് അവൻ പരിപാലിച്ചുകൊള്ളുമെന്ന് വിശ്വസിക്കുക. എന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുവാനും എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുവാനും നിന്റെ നന്മയിലും പരമാധികാരത്തിലും ആശ്രയിക്കുവാനും എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.